ഈ ഒരു ടിഷ്യൂ പേപ്പർ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. ഇത് ടോയ്ലറ്റ് റോളാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ലെയറേ ഉണ്ടാവുള്ളൂ. ഇത് ഇതുപോലെ കീറിയെടുത്തിട്ട് പൂ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. ഞാനൊരു 6 പേപ്പർ ഇതുപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഞാൻ സിക്സാഗ് പോലെ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ സെന്റർ ഇതുപോലെ പിടിച്ചിട്ട് ഇത് ബ്രെഡിനൊക്കെ നമ്മളിങ്ങനെ കെട്ടിക്കിട്ടുന്ന കമ്പിയില്ലേ, അതാണ്. അത് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിന്റെ സൈഡുകളൊക്കെ ഇതുപോലെ ഒന്ന് വെട്ടി കൊടുക്കണം. ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു പൂവിന്റെ പെറ്റലിന്റെ ആകൃതിയിൽ നമ്മൾ വെട്ടിയെടുക്കാം. എന്നിട്ട് അത് പതുക്കെ ഒന്ന് ഇങ്ങനെ നിവൃത്തി ഒന്ന് നോക്കാം. പിന്നെ ഞാനൊരു റോസ് ഉണ്ടാക്കാനായിരുന്നു ശ്രമിച്ചത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ അത് വേറെ ഏതോ പൂവായി. സാരില്ല, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം, എപ്പോഴെങ്കിലും ശരിയാവും. പിന്നെ നമ്മൾ ആ ടിഷ്യൂ പേപ്പർ ഓരോ ലെയറായിട്ട് ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കി പൊക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആ ടിഷ്യൂ പേപ്പർ കഴിയുന്ന വരെ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതുപോലെ ഒരു ഫ്ലവർ നമുക്ക് കിട്ടും. ഇനി അതിന്റെ സെന്ററിൽ കുറച്ച് യെല്ലോ പെയിന്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു പിങ്ക് കളറാണ് നമുക്ക് കിട്ടേണ്ടത്. എൻ്റെ കയ്യിൽ പിങ്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ റെഡും വൈറ്റും ഉപയോഗിക്കുകയാണ്. ആ പെയിന്റുകളൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്ലവറിന്റെ മുകളിലേക്ക് പതുക്കെ പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ആയിക്കോളും. ഈ ഫ്ലവർ കണ്ടപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സൈസ് പ്ലാസ്റ്റിക്കിന്റെ പൂവില്ലേ, അതുപോലെ തോന്നി. ഇനി അതിനൊരു തണ്ട് വേണം. അതിനു വേണ്ടി വൈറ്റ് കളർ പേപ്പർ സ്ട്രോ ആണ് എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കളർ അടിച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് വെട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഫെവിക്കോൾ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ആ പൂ പതുക്കെ ഒന്ന് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ കുറച്ച് പൂക്കളും കൂടി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കുറച്ച് ലീഫുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫ്ലവർ വേസിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ലീഫ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കണം, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.